ഗായ്സ്, വെൽക്കം ബാക്ക് ടു അദ്വൻ കുഞ്ഞി യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കുറച്ച് കാര്യമായിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു ചെറിയ അവയർനെസ് തരാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നോട്ടായിട്ട് പറയാം എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് എ ലോങ് ടേം ഷിഫ്റ്റ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് വെതർ പാറ്റേൺ. അതായത് ഒത്തിരി കാലത്തേക്ക് നമ്മുടെ ടെമ്പറേച്ചറിലോ അല്ലെങ്കിൽ വെതറിലോ ഉള്ള പാറ്റേണിൻ്റെ വ്യതിചലനമാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് റെയിനി സീസൺ, അതായത് മഴക്കാലത്ത് കറക്റ്റായിട്ട് മഴ ലഭിക്കുന്നില്ല. അപ്പോൾ അതൊരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. ഇനി ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ നടക്കാം. അതായത് ഒന്ന് നാച്ചുറലി നടക്കാം, അല്ലാണ്ട് ആർട്ടിഫിഷ്യലായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് മൂലം അങ്ങനെ സംഭവിക്കാം ക്ലൈമറ്റ് ചേഞ്ച്. അപ്പം നാച്ചുറലി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ചേഞ്ചസ് സംഭവിക്കുന്നു, സണ്ണിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും വോൾക്കാനിക് ഇറപ്ഷൻസ് ഒക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് പുറപ്പെടുവിക്കും. അപ്പോൾ അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കാം. പിന്നെ രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഹ്യൂമൻ ആക്ടിവിറ്റി. ഒരു 19th സെഞ്ച്വറി തൊട്ട് മനുഷ്യൻ്റെ ആക്ടിവിറ്റി മൂലം ഏറ്റവും കൂടുതൽ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുന്നത്. അതായത് ഫോസിൽ ഫ്യൂവൽസും മറ്റുമൊക്കെ ബേൺ ചെയ്യുമ്പോൾ കോൾ, ഓയിൽ, ഗ്യാസസ് ഇതൊക്കെ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുകയും അത് നമ്മുടെ ക്ലൈമറ്റിനെ വല്ലാണ്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യിക്കുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചർ ദി ഡൈയിങ് എർത്ത് എന്നാണ് ഞാൻ അങ്ങനെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് ഞാൻ പറഞ്ഞു ഒത്തിരി ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോൾ ഭയങ്കരമായിട്ട് ചൂട്, അതായത് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു എക്സിസ്റ്റൻസിനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് ഒരിടത്ത് വളരെ ശാന്തമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഭൂമി ഇപ്പോൾ അത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് കത്തി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒത്തിരി ചിന്തിച്ച് എൻവയോൺമെൻറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ പൊല്യൂഷൻ, ക്ലൈമറ്റ് ചേഞ്ച് തടയാനായിട്ട് എന്തെങ്കിലുമൊക്കെ മുന്നോട്ട് വെച്ചില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ അവസ്ഥയും ഇതായിരിക്കും എന്നാണ് ഒരു ഈ പിക്ചറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി റീസൺസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് പല കാരണങ്ങളുകൊണ്ട് നടക്കുക. അതിലെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്. Fossil fuels generate greenhouse gases that act like a blanket around the earth. അതായത് ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒരു എർത്തിന് ചുറ്റും ഒരു ബ്ലാങ്കറ്റായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഇത് സൂര്യനിൽ നിന്നും വരുന്ന ഹീറ്റിനെ ട്രാപ്പ് ചെയ്യുകയും അങ്ങനെ നമ്മുടെ എർത്തിലെ ടെമ്പറേച്ചർ കൂട്ടുകയും ചെയ്യും. ഇങ്ങനെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അത് ഒത്തിരി പ്രശ്നങ്ങൾ, നമ്മുടെ സ്റ്റെബിലിറ്റി, ക്ലൈമറ്റ് സ്റ്റെബിലിറ്റി തന്നെ മാറിപ്പോകും. അങ്ങനെയാണ് ഈ കാലം തെറ്റി മഴ വരുന്നതും ചൂട് വല്ലാണ്ട് കൂടുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ഗ്യാസസ് എന്ന് പറയുന്നത്, ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, ഓസോൺ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോ കാർബൺസ് ഇൻ വാട്ടർ വേപ്പർ, ഇതൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഇതിലെ ക്ലോറോഫ്ലൂറോ കാർബൺസ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു ടോക്സിക് ആയിട്ടുള്ള സംഭവമാണ്. ഇത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എത്തുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചേഞ്ചസ്, നമ്മുടെ ക്ലൈമറ്റിൽ കുറേ ചേഞ്ചസ് വരുത്തുന്നത് കെമിക്കൽസാണ്. സോ നമ്മുടെ ഓസോൺ പാളിയിൽ വിള്ളൽ വരുത്താൻ ഏറ്റവും വലിയ കാരണം ഈ ക്ലോറോഫ്ലൂറോ കാർബൺസാണ്. നമുക്കറിയാം, കോവിഡ് ടൈം ആയപ്പോൾ നമ്മുടെ എർത്തിൽ ഒരു ഓസോൺ ഹോൾ ഉണ്ടായിരുന്നു. കോവിഡ് ടൈമിൽ നമ്മുടെ ലോക്ക്ഡൗണൊക്കെ ആയി വീട്ടിലിരുന്ന് കഴിഞ്ഞപ്പോൾ വണ്ടികളൊന്നും ഒട്ടും ഓടാണ്ടായി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഇയറിൽ സംഭവിച്ചൊരു മുന്നേറ്റം എന്ന് പറയുന്നത് ഈ ഓസോൺ ലെയറിലുണ്ടായിരുന്ന ഹോൾ അടഞ്ഞു എന്നതായിരുന്നു. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മൾ പ്രകൃതിയിലേക്ക് അധികം വാതകങ്ങൾ, കെമിക്കൽസ്, ഗ്യാസസ് ഒന്നും പുറപ്പെടുവിക്കാണ്ടായി. ഇൻഡസ്ട്രീസും മറ്റുമൊക്കെ ലോക്ക്ഡൗണിൽ പൂട്ടിയിട്ടപ്പോൾ ഒന്നും കെമിക്കൽസ് അറ്റ്മോസ്ഫിയറിലേക്ക് അധികം ചെല്ലാണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഓസോൺ ലെയർ ഹോള് അടഞ്ഞത് അല്ലേ. ഇനി പറയാൻ പോകുന്നത് റാപ്പിഡ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. സയൻറ്റിസ്റ്റുകളുടെ റെക്കോർഡ് പ്രകാരം ഈ ഒരു ലാസ്റ്റ് 200 വർഷമായിട്ട് നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസാണ് ഏറ്റവും കൂടുതൽ ഗ്ലോബൽ ഹീറ്റിങ്ങിന് കാരണമായിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് ഗ്ലോബലി നമ്മുടെ അതിൻ്റെ ടെമ്പറേച്ചർ കൂടാനുള്ള കാരണം നമ്മൾ തന്നെയാണെന്നാണ് ഈ ഒരു റിപ്പോർട്ട്സ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട്, ഏകദേശം ഒരു 1800s തൊട്ടിട്ട് ഇപ്പോൾ വരെ എത്തി നിൽക്കുമ്പോൾ 1.2 ഡിഗ്രി സെൽഷ്യസ് ആണ് എർത്ത് ഇതിൻ്റെ ഹീറ്റ് കൂടിയിരിക്കുന്നത്. അതായത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട്
ഇപ്പോൾ വരെ നോക്കുമ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ തുടങ്ങിയ പിന്നെയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എർത്ത് അല്ലെങ്കിൽ എർത്തിൽ ടെമ്പറേച്ചർ കൂടി ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് ഈ ഒരു റിപ്പോർട്ട്സ് പറയുന്നത്. ഇനി കാണിച്ചിരിക്കുന്നത് ഒരു പിക്ചറൈസേഷനാണ്. അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് പറയുന്നത്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഐസും മറ്റുമൊക്കെ മെൽറ്റ് ചെയ്യും, അങ്ങനെ നമ്മുടെ സീയിലും ഓഷ്യൻസിലും ഒക്കെ വെള്ളം കൂടും അല്ലേ. അതൊരു പ്രശ്നമാണ്, അത് ഫ്ലഡിനൊക്കെ കാരണമാവാം. പിന്നെ പറയുന്നുണ്ട് ടെമ്പറേച്ചർ, എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും. അങ്ങനെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ പുതിയ പുതിയ അസുഖങ്ങളും മറ്റുമൊക്കെ വരും അല്ലേ. അങ്ങനെ ന്യൂ ഡിസീസസും കാര്യങ്ങളൊക്കെ വരാം. പിന്നെ അതുപോലെ തന്നെ ഈ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ നമ്മുടെ അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് സംഭവിക്കുമ്പോൾ നമ്മുടെ വെജിറ്റേഷൻ അത് ഒത്തിരി ബാധിക്കും. അതായത് ഇപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ വനണ്ട് നശിച്ചു പോകും വെള്ളമില്ലാണ്ട്. വെള്ളം കൂടിക്കഴിഞ്ഞ് ഫ്ലഡ് വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം കാരണവും നശിച്ചു പോകും അല്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ സംഭവിക്കും. അതുപോലെ റിസോഴ്സസ് കുറഞ്ഞ് വരുമ്പോൾ ഇപ്പോൾ നേഷൻസ് തമ്മിൽ വാർസും മറ്റുമൊക്കെ നടക്കാം. അതാണ് ഇതിനകത്ത് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഇഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്. കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഇഫക്റ്റ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ കൂടും, അത് കാരണം അതെന്തിലൊക്കെ കലാശിക്കും, ഡ്രോട്ട്, വരൾച്ച ഉണ്ടാവും, അതുപോലെ ഐസസ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങും, ഫ്ലഡ് വരാം. ഇതൊക്കെയാണ് ഓരോ റീസൺസ് അല്ലേ. ഇപ്പം നമ്മൾ എത്രയോ ഈ ഒരു 2023-24 എടുത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചൂട് ടെമ്പറേച്ചർ കൂടുതലായിരുന്ന ടൈം ഇതാണ്. ഈ 2024 നമുക്ക് ഏറ്റവും കൂടുതൽ ചൂട് തോന്നിയത് അല്ലേ. ഏകദേശം ഒരു 50ഓളം ഒക്കെ വന്നു. പാലക്കാടൊക്കെ ഭയങ്കര ചൂട് കൂടുതലായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കാനുള്ള ഏറ്റവും വലിയ കാരണം, ഈ ചൂട് കൂടാനുള്ള കാരണം ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അതുപോലെ ഇങ്ങനെ ചൂട് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, അന്റാർട്ടിക്കയിലും മറ്റുള്ള ഐസൊക്കെ ഉരുകാനായിട്ട് തുടങ്ങും. നമുക്കറിയാം ഈ നമ്മുടെ ലോകത്ത് ഏറ്റവും കൂടുതൽ, അതായത് ഈ എർത്തിൽ ഏറ്റവും ഒരു 70% വാട്ടറാണെന്ന് നമുക്കറിയാം അല്ലേ. അതിൽ ഏറ്റവും കുടിക്കാൻ യോഗ്യമായ അല്ലെങ്കിൽ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വളരെ കുറച്ചൊരു 30% അത്രയും ഇല്ലയെന്ന് തോന്നുന്നു, അത്രയും കണ്ടേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഐസ് എന്ന് പറയുന്നത് ഈസ് എ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ. പക്ഷേ ഇതിങ്ങനെ അലിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞത് ചെന്നെത്തുന്നത് സീയിലേക്കാണ്, കടലിലേക്കാണ് എത്തുന്നത്. അപ്പോൾ നമുക്കൊട്ടും യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, കാരണം ഉപ്പുവെള്ളമാണ്, സാലിനിറ്റി കൂടുതലായതുകൊണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മുടെ ഫ്രഷ് വാട്ടർ സോഴ്സാണ് ഇല്ലാണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനെ സീസിലും മറ്റുമൊക്കെ വെള്ളം കൂടുമ്പോഴാണ് ഫ്ലഡും കാര്യങ്ങളൊക്കെ വരിക. അതിൻ്റെ ഇടയിൽ കൂടെ മഴയും കൂടി വന്നു കഴിഞ്ഞാൽ നല്ല ഫ്ലഡും കാര്യങ്ങളാണ് അല്ലേ. പിന്നെ പറയുന്നത് പുതിയ ഡിസീസസ് സ്പ്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് തന്നെ, പുതിയ ഡിസീസസ് ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ രോഗങ്ങൾ വരാം. നമുക്കിപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ COVID-19 വന്ന് ഭയങ്കര ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതാണ്. സോ നമുക്കറിയാം അല്ലേ, ചൂട് കൂടുന്നതുകൊണ്ട് ക്ലൈമറ്റിൽ വരുന്ന ചേഞ്ചസ് കാരണമാണ് പുതിയ വകഭേദങ്ങളിങ്ങനെ ഡിസീസസ് വന്നുകൊണ്ടിരിക്കുക. പിന്നെ പറയുന്ന ആസിഡ് റെയിൻസിനെ കുറിച്ചാണ്. ആസിഡ് റെയിൻസ് ഈ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഉണ്ടാകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സ്ലൈഡ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ആസിഡ് റെയിൻസ് കൂടുതലായിട്ട് ഉണ്ടാവാൻ കാരണവും ആസിഡ് റെയിൻസിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്നത്. ഇപ്പോൾ ആഗ്രയിലെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ താജ്മഹലിൻ്റെ ബ്യൂട്ടി ആ മാർബിൾസ് ഉണ്ടാക്കിയതാണത് അല്ലേ. അപ്പോൾ അവിടുത്തെ ബ്യൂട്ടി പോകാനുള്ള കാരണം അവിടെ ഈ ആസിഡ് റെയിൻ പെയ്തതുകൊണ്ടാണ്. ആസിഡ് റെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ നമുക്കും ഭയങ്കര ഹാംഫുള്ളാണ്, അതുപോലെ തന്നെ ആനിമൽസിനും പ്ലാന്റ്സിനും ഒക്കെ ഹാംഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. അത് പെയ്യാനുള്ള കാരണവും ഈ കെമിക്കൽസ് അറ്റ്മോസ്ഫിയറിലേക്ക് വിടുമ്പോൾ അത് നമ്മുടെ വാട്ടറുമായിട്ട് ചേർന്ന് HNO3 H2SO4 സൾഫ്യൂരിക് ആസിഡും മറ്റൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് മഴയായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം അതിനെയാണ് നമ്മൾ ആസിഡ് റെയിൻസ് എന്ന് പറയുക. അപ്പോൾ അത് ഭയങ്കര ആസിഡ്സ് ആണ് പെയ്യുന്നത്. അപ്പോൾ സോ ആസിഡ്സ് നമ്മുടെ കയ്യിലുള്ള പൊള്ളും അല്ലേ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുക. പിന്നെ പറയുന്നത് വെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും കിട്ടാണ്ടാവും. അതാണ് ഡ്രൗട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞല്ലോ. വെള്ളം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല അല്ലേ. വെള്ളം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ പിന്നെ പറയുന്നത് സ്റ്റോംസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ്. ഇന്നിപ്പോൾ സൈക്ലോൺസ് എന്ന് പറയുന്നത് വളരെ സുലഭമാണ് അല്ലേ. കുറേ ആയി സൈക്ലോൺസ് വരാനായിട്ട് തുടങ്ങിയിട്ട്.
ഇനി ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ ഒരു റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും ഒരു തേർഡ് സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം, കാരണം നമ്മൾ ഏറ്റവും മുൻനിരയിലാണ്, 3-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. പിന്നെ ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെയും മഴയുടെയൊക്കെ ഒരു പിക്ചറാണ്. ആസിഡ് റെയിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് മറ്റുള്ള ഗ്യാസസ് അറ്റ്മോസ്ഫിയറിലേക്ക്, ക്ലൗഡ്സിലേക്ക് ചെല്ലുന്നു, അവിടുത്തെ വാട്ടറായിട്ട് മിക്സ് ചെയ്ത് HNO3 മറ്റൊക്കെ ആയിട്ട് വരുന്നത്. പിന്നെ സൈക്ലോൺസിൻ്റെയും കാട്ടുതീയൊക്കെ വരാനുള്ള കാരണം ഈ ഒരു ഇതാണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഗ്യാസസും മറ്റുമൊക്കെ കാണിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ്റെ ഒരു ഗ്രാഫാണ് കൊടുത്തേക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കുറവ് എമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമുക്ക് അഭിമാനിക്കാം, അത്രയും കുറവാണല്ലോ എന്ന് ആലോചിച്ചിട്ട്. പിന്നെ വണ്ടികളുടെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതായത് ഇലക്ട്രിക് വണ്ടിയും ഡീസലിലും പെട്രോളിലും ഓടുന്ന വണ്ടീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന CO2ൻ്റെ റേറ്റ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റേറ്റാണ്. അപ്പോൾ അതിൽ പെട്രോൾ വണ്ടിയാണ് 81% എന്താണ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നത്. ഡീസൽ 80% ആണ്. അതിൽ ഒരു തൊട്ട് താഴെ, ഏറ്റവും താഴെ എന്ന് പറയുന്നത് ഇലക്ട്രിക് വണ്ടിയാണ്. വളരെ കുറവാണ് ഇലക്ട്രിക് വണ്ടി എമിറ്റ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇലക്ട്രിക് വണ്ടിയാണ് കുറച്ചും കൂടി സേഫ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടാണ് ക്ലൈമറ്റ് ചേഞ്ചസ് ഉണ്ടാവുന്നത്. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാവാണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ എല്ലാ വീടുകളിലും എത്ര വണ്ടി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു വണ്ടി ഒരു വീട്ടിൽ എന്തായാലും ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പുകയെന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ കൂടുതലും ട്രാൻസ്പോർട്ട് വണ്ടികൾ, അതായത് ട്രാൻസ്പോർട്ടായിട്ടുള്ള ബസ് പോലത്തെ അങ്ങനത്തെ വണ്ടികളൊക്കെ ആശ്രയിക്കുവാണെങ്കിൽ ഈ ഓരോ വീട്ടിൽ നിന്ന് ഓരോ വണ്ടി എടുക്കാണ്ട് അങ്ങനെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഈ ഒരു ഗ്യാസസും നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിനെ തടുക്കാം. അതുപോലെ നമ്മൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും, അതായത് എന്താ ഉദ്ദേശിക്കുക എന്ന് വെച്ചാൽ, പിന്നെ നമ്മൾ അധികം ഗ്യാസ് എമിറ്റ് ചെയ്യാത്ത വണ്ടീസും മറ്റൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.